യുഗത്തിൽ ജീവിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ഈ തലമുറ എല്ലാ വിരൽ തുമ്പിലൂടെ സ്വന്തമാക്കി മതിച്ചു വാഴുന്ന മനുഷ്യർ, ഓൺലൈൻ ചതിയിൽപ്പെട്ടവർ, ജീവനും ജീവിതവും സ്വപ്നങ്ങളും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടവർ, അതിന്റെ പേരിൽ ജീവിതം ഹോമിച്ചവർ മരിച്ച് ഇന്നും ജീവിക്കുന്നു. മനുഷ്യരുള്ള നാട്ടിൽ ഇനിയും നിങ്ങൾ ഇതേ ചതിക്കുഴിയിൽ പെടാതിരിക്കാൻ ഉള്ള മുന്നറിയിപ്പായിരിക്കട്ടെ ഈ ഹ്രസ്വചിത്രം. ഇതൊരു സന്ദേശമായി തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഇന്നലെ 4 വട്ടം ഞാൻ അവനെ വിളിച്ചടാ, അവൻ ഫോൺ എടുത്തില്ല. അവന് വല്ലോ പഠിക്കാൻ കാണോടാ. അതെന്താ, ഞങ്ങളാരും പഠിക്കുന്നവരല്ലേ? അവൻ ബുദ്ധിമാനം നേടി, നമ്മളാരും മണ്ടന്മാരല്ലേ. ഡാ വിവേകേ, വാടാ. വിവേകില്ലേ? ആ ബ്യൂട്ടി ആൻറ്റി എന്ന് വിളിക്കുന്ന വിവേകല്ലേ? അതെയാ. സർ, വിവേകനെ കാണാൻ വന്നവരാ. ആ വിവേകിൻ്റെ പെൻസല്ലേ, കയറി വരണം. വാർഡൻ വാർഡൻ വാർഡൻ. എന്താ എന്താ കാര്യം? അവിടെ ഹലോ ചേട്ടാ, വിവേക് നമ്മളെ വിട്ട് പോയാട്ടെ. നമ്മളെ വിട്ട് പോയാട്ടെ. ചേട്ടാ, കുറച്ച് നേരം കൊണ്ടൊരു കോള് വരുന്നുണ്ട്. എന്താണ് നീ 2 ദിവസമായിട്ട് ഫോൺ വിളിച്ചെടുക്കാതെ? ഞാൻ പറഞ്ഞ കാശൊന്നും അയച്ചില്ലല്ലോ. ഇനി മുതൽ നമ്മൾ തമ്മിലുള്ള കമ്മിറ്റ്മെൻറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ബൈ. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ചേട്ടൻ എങ്ങോട്ടാ അറിയില്ല. പോലീസ് സ്റ്റേഷനിലോട്ടോ സൈബർ സെല്ലിലോട്ടോ പോയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ എങ്ങനെ? അവർക്ക് ഈ നമ്പർ വെച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല? പറ്റും, ഹാക്കിങ്ങിലൂടെ. അത് ഞാൻ ചെയ്തു തരും ചേട്ടന്. ചേട്ടാ, നമ്മളെന്തെങ്കിലും ആവശ്യത്തിനോ ഓൺലൈനിൽ അപേക്ഷിക്കുമ്പോൾ അവർ ഹാക്കിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മുടെ നമ്പറും ബയോഡേറ്റയും സ്വന്തമാക്കുന്നു. ടെക്നിക്കോ? അതെ ചേട്ടാ, നല്ല കമ്പ്യൂട്ടർ വിദഗ്ധൻ വിചാരിച്ചാൽ ആരുടെ നമ്പർ വേണമെങ്കിലും ആരുടെ തല വേണമെങ്കിലും നമുക്ക് മാറ്റാൻ കഴിയും. തല മാറ്റാനോ? അപ്പോൾ പോലീസിനോ സൈബർ സെല്ലിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല?
അങ്ങനെയാണെങ്കിൽ അവർ അന്വേഷിച്ചു വരുമ്പോൾ ഈ നമ്പർ നിലവിലില്ലെന്ന് മനസ്സിലാക്കാനും കഴിയും. അന്വേഷണം അവസാനിപ്പിക്കും. സക്സസ്. ഈ കാണുന്ന IP അഡ്രസ് ഉള്ള ആ സ്ഥലത്താണ് ആളുള്ളത്. ചേട്ടൻ എങ്ങോട്ടാ? ഞാനും വരുന്നു. വേണ്ട മോനെ, ഞാൻ പൊയ്ക്കോളാം. ആരാടാ നീ? എന്തിനാ നീ ഇവിടെ വന്നേ? എനിക്കകത്ത് പോകണം. അങ്ങനെയൊന്നും ഇവിടെ ആർക്കും കയറാൻ പറ്റത്തില്ല. എനിക്ക് പോയേ പറ്റൂ. മാറാ. എന്റെ അനുജൻ എന്തിനാ കൊന്നത്? നിന്റെ അനുജനെ കൊന്നോ? ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. ആരാ നിന്റെ അനുജൻ? മാന്യമായി ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്ന അവനെ മൊബൈൽ ചാറ്റിങ്ങിലൂടെ നിങ്ങൾ കൊന്നില്ലേ? ഏതാ ഹോസ്റ്റൽ?